ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പതിവിലും വിപരീതമായിട്ട് ഇന്ന് ഒരു സങ്കീർത്തനമാണ് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. സങ്കീർത്തനം 73 അതിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ എടുക്കുന്നത്. ഇതിന് ശേഷം ഉള്ള മാസങ്ങളിൽ 2 മെസ്സേജസ് ഇനിയുമുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഭാഗത്തേക്ക് നമ്മളെ ശ്രദ്ധയിട്ടിരിക്കാം. സങ്കീർത്തനം 73. ഈ തലക്കെട്ടിൽ കാണുന്നത് പോലെ ആസാഫ് എന്ന വ്യക്തിയാണ് ഇത് എഴുതിയത്. അദ്ദേഹത്തെ പറ്റി ഒരു ചെറിയ വിവരണം പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. ഹി വാസ് എ ഗ്രേറ്റ് സിംഗർ ആൻഡ് മ്യൂസിഷ്യൻ അറ്റ് ദ ടൈം ഓഫ് ഡേവിഡ് ആൻഡ് സോളമൻ. 1 ദിനവൃത്താന്തം 15-17 മുതൽ 19 വരെയും 16-ാമത്തെ അധ്യായത്തിൻ്റെ 5-ലും നമ്മൾ കാണുന്നത് അദ്ദേഹം വളരെ വലിയ ഒരു സംഗീതജ്ഞനായിരുന്നു ദാവീദിൻ്റെയും ശലോമോൻ്റെയും കാലത്ത്. 2 ദിനവൃത്താന്തം 29-30 ഒക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ കാണുന്ന വേറൊരു കാര്യം, ഹി വാസ് എ സിയർ, ഒരു പ്രവാചകൻ എന്നുള്ളൊരു തസ്തികയും താൻ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ആൻഡ് വി നീഡ് ടു സീ ദറ്റ് ഹി ഓൾസോ ഓതേർഡ് 12 സാംസ്. 12 സങ്കീർത്തനങ്ങളാണ് ഇദ്ദേഹം രചിച്ചിട്ടുള്ളത്. പ്രാരംഭമായിട്ട് നമുക്ക് 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. വേഴ്സ് 1. ദൈവം ഇസ്രായേലിന് മംഗളഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. ഓക്കെ, ഈ ഒരു വാക്യത്തെ ഞാൻ ഇങ്ങനൊരു തലക്കെട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ആസാഫ്സ് കൺവിക്ഷൻ ഓവർ ദ പ്രസൻസ് ഓഫ് ഗോഡ്സ് ഗുഡ്നെസ് ടു ദോസ് ഹു ആർ ഗുഡ്. ആസാഫിനൊരു ബോധ്യമുണ്ട്, നല്ലവർക്ക് ദൈവത്തിൻ്റെ നന്മയുടെ സാന്നിധ്യമുണ്ട്. Asaph holds this conviction based on the awareness that he has from God's word. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുമുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആസാഫ് ഇങ്ങനൊരു അഭിപ്രായം താൻ പറയുന്നത്. In verse 1, when he uses the term Israel, he defines who Israel is in the second part of verse 1. 1-ാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ എന്നുള്ള വാക്ക് താൻ ഉപയോഗിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ നിർവചനം എന്താണെന്നുള്ളത് ആ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗത്ത് വ്യക്തമാണ്. To those who are pure in heart. ശുദ്ധ ഹൃദയമുള്ളവരാണ് യഥാർത്ഥ ഇസ്രായേൽ. They are those whose hearts have been changed and aligned to the God of Israel. ഇസ്രായേൽ ദൈവത്തോട് ചേർന്ന് പോകുന്ന മാറ്റം സംഭവിച്ചിട്ടുള്ള ഹൃദയത്തിൻ്റെ ഉടമകളാണ് യഥാർത്ഥ ഇസ്രായേൽ. They are those whose circumcision is not merely of the flesh but of the heart. യഥാർത്ഥ ഇസ്രായേൽ എന്ന് അവകാശപ്പെടുന്ന ആൾക്കാരുടെ പരിച്ഛേദന കേവലം ശരീരത്തിൽ മാത്രമുള്ള കാര്യമല്ല, അത് അവരുടെ ഹൃദയത്തിൽ നടന്ന പരിച്ഛേദന ഉണ്ട്. Now, as the author Asaph goes through Old Testament history before him, he finds that God showed his goodness to the patriarchs, to Moses, Joshua, Caleb, and everyone who chose to yield to Yahweh and his covenant. തനിക്ക് മുമ്പുള്ള പഴയനിയമ ചരിത്രം താൻ പരിശോധിച്ച് നോക്കുമ്പോൾ താൻ മനസ്സിലാക്കുന്നത് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്ന പിതാക്കന്മാർക്കും മോശയ്ക്കും യോശുവയ്ക്കും കാലേബിനും അതുപോലെ തന്നെ യഹോവയ്ക്കും തൻ്റെ ഉടമ്പടിക്കും കീഴെ നിൽക്കുന്ന അല്ലെങ്കിൽ അതിനോട് അടിയറവ് പറയുന്ന എല്ലാവർക്കും ദൈവം തൻ്റെ നന്മയെ കാണിച്ചിട്ടുണ്ട്. Whoever came to Yahweh after abandoning all of their old religions and sinful lifestyles were shown goodness. അവരുടെ എല്ലാ തിന്മകളും പഴയ മതങ്ങളും ഒക്കെ ഉപേക്ഷിച്ചിട്ട് യഹോവയുടെ ഭാഗത്തേക്ക് വന്നവർക്ക് യഹോവ നന്മ കാണിച്ചിട്ടുണ്ട്. ഔട്ട്സൈഡേഴ്സ് ലൈക്ക് റാഹാബ്, റൂത്ത്, ജത്രോ, സിപ്പോറ ആൻഡ് മെനി സച്ച് പീപ്പിൾ ഹാവ് ഫൗണ്ട് എ പ്ലേസ് അമംഗ് ഗോഡ് സൊസൈറ്റി. പുറമേ നിന്ന് വന്ന ആൾക്കാർക്ക്, അതായത് രാഹാബ്, രൂത്ത്, ജത്രോ, സിപ്പോറ അങ്ങനെയുള്ള എല്ലാവർക്കും ദൈവത്തിൻ്റെ സമൂഹത്തിൽ ഒരു സ്ഥാനം ദൈവം കൊടുത്തിട്ടുണ്ട്. And all of them have the blessings associated with God. അത്തരത്തിലുള്ള ആൾക്കാർക്ക് ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ചിട്ടുണ്ട്. And those within God's society called Israel, who chose to rely only on God's grace and covenant rather than their national heritage to be with God, also are the true Israel, those who are pure at heart. പുറമേ നിന്ന് വന്നവർ മാത്രമല്ല, ഇസ്രായേലിൻ്റെ ഉള്ളിൽ തന്നെ ജനിച്ച വ്യക്തികൾ അവരുടെ പാരമ്പര്യത്തിലൂന്നാതെ ദൈവത്തിൻ്റെ കൃപയിലും ദൈവത്തിൻ്റെ ഉടമ്പടിയോടും ചേർന്ന് നിൽക്കുവാൻ തീരുമാനമെടുത്തവരും യഥാർത്ഥ ഇസ്രായേലാണ്, അഥവാ ഹൃദയശുദ്ധിയുള്ള ആൾക്കാരാണ്.
All of them experienced the blessings associated with obedience to God's command. ദൈവത്തിൻ്റെ ഉടമ്പടിയോടുള്ള അനുസരണത്തിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഇവരെല്ലാവരും അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ്. So here we come to the lesson number 1. Not everyone who is born of Israel is truly Israel. ഇസ്രായേലിൽ ജനിച്ച എല്ലാവരും യഥാർത്ഥ ഇസ്രായേൽ പൗരന്മാരല്ല, അല്ലെങ്കിൽ ഇസ്രായേലികളായിട്ട് ദൈവം കണക്കാക്കുന്നില്ല. ഇറ്റ്സ് ദോസ് ഹൂസ് ഹാർട്ട്സ് ആർ പ്യുവർ, ദേ ആർ ദ ട്രൂ ഇസ്രായേൽ. ഹൃദയശുദ്ധിയുള്ളവരാണ് യഥാർത്ഥ ഇസ്രായേൽ. സിമിലർലി, നോട്ട് എവറി വൺ ഹൂ ഇസ് ബോൺ ഇൻ ടു എ ക്രിസ്ത്യൻ ഫാമിലി ഇസ് എ ക്രിസ്ത്യൻ. ഒരു ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള എല്ലാവരും ക്രിസ്ത്യാനികളല്ല. The most important quality that God looks for in someone who wishes to belong to God is that their inward being, mind, etc. are pure of sin and all of the filth that goes against God. ദൈവത്തിനോട് ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ക്വാളിറ്റി, ഒരു ഗുണം എന്ന് പറയുന്നത് അവരുടെ ഉള്ള്, അവരുടെ മനസ്സ് ദൈവത്തിന് വിരോധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുമാറി പാപത്തിൽ നിന്നും നിർമ്മലത പ്രാപിക്കുക എന്നുള്ളതാണ് ദൈവം ഉറ്റുനോക്കുന്ന ഒരു ഗുണം. There must be a true change of heart. യഥാർത്ഥമായിട്ടുള്ള ഒരു ഹൃദയമാറ്റം അവിടെ ഉണ്ടാവണം. A true hatred towards sin. പാപത്തിനോടുള്ള ഒരു ശരിയായ ഒരു വെറുപ്പ് അവിടെ ഉണ്ടാവണം. There should be a love for God. ദൈവത്തിനോടൊരു സ്നേഹം ഉണ്ടാവണം. A love for God's righteousness. ദൈവത്തിൻ്റെ നീതിയോടുള്ള സ്നേഹം ഉണ്ടാവണം. See, none of these things can be manufactured on our own. ഇതൊന്നും നമുക്ക് നമ്മളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങളായിട്ട് മാറുന്നില്ല. വി മസ്റ്റ് ബി ബോൺ ഓഫ് ഗോഡ്. നാം ദൈവത്തിൽ നിന്നും ജനിക്കണം. ദാറ്റ് ഇസ്, വി ഷുഡ് ഹാവ് അവർ സിൻസ് ഫോർ ഗിവൺ. നമ്മളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടണം. വി ഷുഡ് ഹാവ് അവർ ഹാർട്ട്സ് ആൻഡ് സ്പിരിറ്റ് റിന്യൂഡ്. നമ്മളുടെ ഹൃദയവും നമ്മളുടെ ആത്മാവിൻ്റെയും പുതുക്കം നമുക്കുണ്ടാവണം. ആൻഡ് വി മസ്റ്റ് ഹാവ് ദി ഹോളി സ്പിരിറ്റ് ഇൻഡ്വെൽ ഇൻ അസ്. നമ്മളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ വാസം ഉണ്ടാവണം. സോ ടു ബി ബോൺ അഗെയിൻ, we are commanded to place our faith and trust in the Lord Jesus Christ, who became our atoning sacrifice. നമ്മളുടെ പ്രായശ്ചിത്ത യാഗമായി മാറിയ കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മളുടെ വിശ്വാസവും ആശ്രയം വെക്കണം എന്നുള്ളതിൻ്റെ ഒരു കൽപ്പന നമുക്കുണ്ട് രക്ഷിക്കപ്പെടണമെങ്കിൽ, വീണ്ടും ജനിക്കണമെങ്കിൽ. And once faith is placed in the Lord and once repentance becomes real, God grants us a spiritual rebirth. നാം കർത്താവിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ, നമ്മളുടെ മാനസാന്തരം യഥാർത്ഥമായി തീരുമ്പോൾ ദൈവം നമുക്കൊരു ആത്മീക ജനനം അനുവദിക്കുന്നു. ആൻഡ് വി ആർ ഫോർഗിവൺ. നാം ക്ഷമിക്കപ്പെട്ടവരായി തീരുന്നു. വി ആർ ട്രാൻസ്ഫോംഡ് ഇൻ ഹാർട്ട്. ഹൃദയമാറ്റം സംഭവിച്ചവരാകുന്നു. വി ആർ ഇൻഡ്വെൽഡ് ബൈ ഗോഡ്സ് സ്പിരിറ്റ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളുടെ ഉള്ളിൽ വസിക്കുന്നു. ദിസ് എക്സ്പീരിയൻസ് മസ്റ്റ് ബി പേഴ്സണൽ ഫോർ ഈച്ച് വൺ ഓഫ് us ടു ബി എ ട്രൂ ചൈൽഡ് ഓഫ് ഗോഡ്. ഈ ഒരു അനുഭവം ഓരോ വ്യക്തികൾക്കും വ്യക്തിപരമായിട്ടുണ്ടാവേണ്ട ഒരു അനുഭവമാണ് ദൈവത്തിൻ്റെ മകനായി തീരുവാൻ. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാചകമാണ്, ദൈവത്തിന് കൊച്ചുമക്കളില്ല. ഗോഡ് ഡസൻറ്റ് ഹാവ് ഗ്രാൻഡ് ചിൽഡ്രൻ. മക്കളാവണം നമ്മൾ. ആരും കൊച്ചുമക്കളായി മാറുന്നില്ല ദൈവത്തിൻ്റെ. ആൻഡ് വി ആർ ഓൾ ഷുവർ ഓഫ് ദി earthly and heavenly blessings that await those who are in Jesus. ക്രിസ്തു യേശുവിൽ കാത്തിരിക്കുന്ന ഭൗമികവും ആത്മികവുമായിട്ടുള്ള എല്ലാ നന്മകളെ പറ്റി നമുക്ക് ഉറപ്പുണ്ട്. And now we move to the verses 2 to 14. I'll make you read that, but before that let me just give you the title of that section. 2-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെയുള്ള ആ ഒരു സെക്ഷനിൽ ഒരു തലക്കെട്ട് ഇതാണ്: ആസാഫ്സ് കൺഫ്യൂഷൻ over the absence of God's immediate judgment or punishment over the evil ones. ദുഷ്ടന്മാരായിട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ മേൽ ദൈവം ഉടനെ ശിക്ഷാവിധി നടപ്പിലാക്കുന്നില്ല എന്നുള്ള കാര്യത്തെ ചൊല്ലിയുള്ള ആസാഫിൻ്റെ ഒരു ആശയക്കുഴപ്പമാണ് നമ്മളിവിടെ കാണുന്നത്. So before we move to explaining this whole section, we must understand one truth. By defining what Israel is, Asaph implies that there are some within the community of Israel who do not possess the purity of heart that God looks for. ഇസ്രായേൽ ആരാണെന്നുള്ളത് 1-ാമത്തെ വാക്യത്തിൽ നിർവചിച്ചതിലൂടെ ആസാഫ് അർത്ഥം വെക്കുന്നത്, ഇസ്രായേൽ സമൂഹത്തിൽ ചിലരുണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ഹൃദയശുദ്ധി ഇല്ലാത്ത ചിലർ. ഇൻ ഷോർട്ട്, വി ഫൈൻഡ് 2 words in verse 3. 3-ാമത്തെ വാക്യത്തിൽ 2 പ്രത്യേക പദങ്ങൾ നമ്മളോട് കാണുന്നുണ്ട്. അതൊന്ന് വായിച്ചേട്ടെ. 3-ാമത്തെ വാക്യം: ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. ദുഷ്ടന്മാരും അഹങ്കാരികളും. The boastful and the wicked. ദുഷ്ടന്മാരും അഹങ്കാരികളും. These don't refer to those who are outside of Israel and are involved in pagan worship.
ഇസ്രായേലിന്റെ വെളിയിലുള്ള അന്യമതത്തിൽപ്പെട്ട ആൾക്കാരെ സംബോധന ചെയ്യുകയല്ല ഈ രണ്ട് വാക്കുകൾ. റാദർ ദിസ് ഇസ് എ റെഫറൻസ് ടു ദോസ് ഹു ആർ വിത്തിൻ ഗോഡ്സ് കമ്മ്യൂണിറ്റി യെറ്റ് ആർ വിക്കഡ്. ദൈവത്തിന്റെ സമൂഹത്തിൽ ഉള്ള എന്നാൽ ദുഷ്ടന്മാരായിട്ടിരിക്കുന്ന ആൾക്കാരെ പറ്റിയാണ് ഈ രണ്ട് വാക്കുകളെ സൂചിപ്പിക്കുന്നത്. I'll give you the proof. In verse 5, 5-ാമത്തെ വാക്യത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അത് വാക്യം വായിക്കാം. അവർ മർത്യരെ പോലെ കഷ്ടത്തിലാകുന്നില്ല, മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല. They are compared to the rest of the mankind in verse 5. മറ്റു മനുഷ്യരെ പോലെ. അപ്പോൾ ഇസ്രായേലിന് പുറത്തുള്ള ദുഷ്ടന്മാരെ പോലെ ഇവർക്ക് ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഇവരാരാ? They are the bad ones within Israel. ഇസ്രായേലിന്റെ ഉള്ളിലുള്ള തിന്മ ചെയ്യുന്ന ആൾക്കാരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവർ ഇസ്രായേലിന്റെ ഉള്ളിലുള്ള ആൾക്കാരാണെന്നതിന് ഒരു തെളിവ് കൊണ്ടുണ്ട്. In verse 11, let's read verse 11. ദൈവം എങ്ങനെ അറിയുന്നു, അത്യുന്നതന് അറിവുണ്ടോ എന്ന് അവർ പറയുന്നു. They are intellectually aware that Yahweh is the most high. ബുദ്ധി കൊണ്ട് അവർക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ? യഹോവ അത്യുന്നതനാണെന്ന് അവർക്കറിയാം. അപ്പോൾ യഹോവ ആരാണെന്നും അറിയാം, യഹോവ അത്യുന്നതനാണെന്നും അറിയാവുന്ന ഒരു കൂട്ടമാണ്. അല്ലാതെ യഹോവയെ പറ്റി തീരെ അറിവില്ലാത്ത ആൾക്കാരല്ല ഇവര്. Now in verse 2, let's read verse 2. എന്നാൽ എന്റെ കാലുകൾ ഏകദേശം ഇടറി, എന്റെ കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി. Okay, we see that there is a near destruction of Asaph's walk with God. ദൈവത്തോട് കൂടിയിട്ടുള്ള ആസാഫിന്റെ വിശ്വാസ ജീവിതത്തിന് ഒരു നഷ്ടം അല്ലെങ്കിൽ ഒരു നാശം സംഭവിക്കുന്നതിൻ്റെ ഒരു അവസ്ഥ വരെ എത്തിച്ചേർന്നു. See, remember this. He is a minister among God's people, a leader of worship and a preacher among God's people. താനൊരു സാധാരണ വ്യക്തിയല്ല, ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ആരാധനയെ നയിക്കുന്ന ഒരാളാണ്, ഒരു പ്രവാചകനായിട്ട് ഒരു പ്രാസംഗികനായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. So he is by no means an ordinary person in that crowd. And his ministry was in jeopardy. His faith was in jeopardy and his ministry was in jeopardy. അദ്ദേഹത്തിൻ്റെ വിശ്വാസവും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയും കയ്യാലപ്പുറത്ത് തേങ്ങ പോലെയായി മാറി. നമ്മളുടെ ഒരു കൊളോക്കിയൽ ഭാഷയിൽ ഞാൻ പറഞ്ഞാൽ ഇറ്റ് കുഡ് ഓൾമോസ്റ്റ് ഹാവ് ബീൻ ഡിസ്ട്രോയിഡ്. എന്തുകൊണ്ടാണ്? It's due to the concerns that he raises in verse 3 to 14. 3-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെ താൻ ഉന്നയിക്കുന്ന ചില ആകുലതകളാണ് ഇതിന് കാരണം. See, he is convinced about the presence of goodness of God among those who are good. നല്ലവരായ വ്യക്തികളുടെ ഇടയിൽ ദൈവത്തിൻ്റെ നന്മയുടെ സാന്നിധ്യം ഉണ്ടെന്നുള്ള ബോധ്യം തനിക്കുണ്ട്. Alongside that, there is a visible fact that he can't deny and it disturbs him. ഈ കാണുന്ന കാര്യം, അതായത് തിരുവെഴുത്തിൽ കാണുന്ന ഈ കാര്യത്തോടോ ബന്ധത്തിൽ മറ്റൊരു കാര്യം തൻ്റെ മുമ്പിൽ തന്നെയുണ്ട്. നിഷേധിക്കാൻ കഴിയാത്ത തരത്തിൽ ആ ഒരു സത്യം തൻ്റെ മുമ്പിലുണ്ട്. What is that? The wicked who live among God's people are living a peaceful life with seemingly no repercussions of their actions of sin. ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ജീവിക്കുന്ന ദുഷ്ടന്മാർക്ക് ഒരു സമാധാനമായിട്ടുള്ളൊരു ജീവിതമാണ്. അവർ ചെയ്യുന്ന തിന്മകൾക്ക് ഒരു പ്രതിഫലവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യമാണ് ആസാഫിനെ അലട്ടുന്നത്. ആസാഫ് വാസ് ഇൻ എ ഡൈലമ ഓഫ് ദ വിക്കഡ് ആൻഡ് ബോസ്റ്റ്ഫുൾ ബീയിങ് ദ റെസിപ്പിയൻസ് ഓഫ് ഗോഡ്സ് ഗുഡ്നസ് ദ സെയിം വേ ദാറ്റ് ദോസ് ഹു ആർ പ്യുവർ ഇൻ ഹാർട്ട് ആർ റിസീവിങ്. ശുദ്ധ ഹൃദയം ഉള്ള ആൾക്കാർക്ക് കിട്ടുന്ന അതേ നന്മ ദുഷ്ടന്മാരും അഹങ്കാരികൾക്കും ലഭിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ആശയക്കുഴപ്പമാണ് ഇപ്പോൾ ആസാഫിന് മനസ്സിലുള്ളത്. ഇഫ് ഗോഡ് ഇസ് ഇൻ കൺട്രോൾ ഓഫ് തിങ്സ് ദെൻ ദ പ്ലാൻസ് ഓഫ് ദ വിക്കഡ് ഷുഡ് പെരിഷ്. ദൈവമാണ് സർവ്വത്തിൻ്റെയും നിയന്ത്രണം തൻ്റെ കൈക്കുള്ളിൽ വെക്കുന്നതെങ്കിൽ ദുഷ്ടന്മാരുടെ ആലോചന നശിച്ചു പോകേണ്ടതാണ്. ദേ ഷുഡ് ബി ഓപ്പൺലി പണിഷ്ഡ്. എല്ലാവരും കാണുക, അവരുടെ ശിക്ഷ കാണപ്പെടേണ്ടതാണ്. ദ ഗോഡ്ലി അലോൺ ഷുഡ് പ്രോസ്പർ. നന്മ ചെയ്യുന്നവർ, ഭക്തന്മാർക്ക് മാത്രമേ സമൃദ്ധി ഉണ്ടാകാൻ പാടുകയുള്ളൂ. ബട്ട് വാട്ട് ഡസ് ആസാഫ് സീ? ആസാഫ് എന്താണ് കാണുന്നത്? There are 3 things from verse 4 to 14 which the psalmist is envious for. 4-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെയുള്ള വാക്യങ്ങളിൽ ഈ സങ്കീർത്തനക്കാരന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന 3 കാര്യങ്ങളാണ് താൻ കാണുന്നത്. So let's read verse 4 to 7. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ, അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു. അവർ മറ്റരെ പോലെ കഷ്ടത്തിലാകുന്നില്ല, മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല. ആകയാൽ ഡംഭം അവർക്ക് മാലയായിരിക്കുന്നു, ബലാത്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു. അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു, അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു. Okay. The prosperity of the wicked.
ദുഷ്ടന്മാരുടെ സമൃദ്ധിയാണ് ഇവിടുത്തെ വിഷയം. ദ വിക്കഡ് ഹാവ് ഈസി ഡെത്ത്സ് ആൻഡ് പ്രോസ്പെറിറ്റി ഓഫ് ഹെൽത്ത്. ദുഷ്ടന്മാർ മരിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെയാണ് അവർ മരിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ ആരോഗ്യത്തിൻ്റെ സമൃദ്ധിയും അവർക്കുണ്ട്. ദ പ്യോർ ഇൻ ഹാർട്ട്. സി ഇൻ വേഴ്സ് 5 വി റീഡ് ദേ ആർ നോട്ട് ഇൻ ട്രബിൾ ആസ് അതർ മെൻ. മറ്റുള്ളവരെ പോലെ അവർക്ക് കഷ്ടതകളില്ല. ഈ മറ്റുള്ളവരാരാ? ശുദ്ധിയുള്ള ഹൃദയമുള്ള ആൾക്കാരാണ് മറ്റുള്ളവർ. മറ്റുള്ളവർ എന്ന രീതിയിൽ നമ്മൾ കാണുമ്പോൾ എന്ത് ബുദ്ധിമുട്ടാണ് ശുദ്ധിയുള്ള ഹൃദയങ്ങൾക്ക് ഉണ്ടാവുന്നത്? 14ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആസാഫ് പറയുന്നത് എന്താ തന്നെ പറ്റി? ഞാൻ ഇടപെടാതെ ബാധ്യതനായിരുന്നു, ഉഷസ്സത്തോടും ദണ്ഡിക്കപ്പെട്ടു. ഹൃദയശുദ്ധിയുള്ള ഒരാൾക്ക് ആ സമൂഹത്തിൽ ഇതാണ്. പക്ഷേ അതല്ലാത്തവന് ഈ കുഴപ്പങ്ങളൊന്നുമില്ല. ദ ബോസ്റ്റ്ഫുൾ ആൻഡ് വിക്കഡ് ഹാവ് നോ സച്ച് ട്രബിൾ. അപ്പോൾ ആ സമൂഹത്തിലുള്ള നല്ലവർക്ക് ഉള്ള കുഴപ്പങ്ങൾ തിന്മ ചെയ്യുന്നവർക്കില്ല. അതുമാത്രമല്ല, 5ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ദേ ആർ നോട്ട് സ്ട്രിക്കൺ അലോങ് വിത്ത് ദ റെസ്റ്റ് ഓഫ് മാൻകൈൻഡ്. മറ്റു മനുഷ്യരെ പോലെ അവർക്ക് ഒന്നുമില്ല. എന്താ ആ ഭാഗം ഒന്ന് വായിച്ചേ. അവർ മറ്റവരെ പോലെ കഷ്ടത്തിലാകുന്നില്ല, മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല. The rest of the mankind, like the people who lived at Noah's time, Sodom and Gomorrah, the Egyptians who were equally in sin, they are as wicked as the ones who are boastful and wicked in Psalm 73. സങ്കീർത്തനം 73 കാണുന്ന ദുഷ്ടന്മാരും അഹങ്കാരികളെ പോലെ തന്നെ ഉള്ള ആൾക്കാരായിരുന്നു നോഹയുടെ സമയത്തുണ്ടായിരുന്നവരും സോദോം ഗൊമോറ എന്ന പട്ടണത്തിലുള്ളവരും മിസ്രൈമിലെ ആൾക്കാരും. And they had the after effects of sin that they had done in a catastrophical manner, something that annihilated all of them. ഞാൻ ഈ പറഞ്ഞ നോഹയുടെ സമയത്തുള്ളവരും സോദോം ഗൊമോറയിലെ ആൾക്കാരും മിസ്രൈമിലെ ആൾക്കാരും അവർക്കെല്ലാം അവരുടെ പാപത്തിൻ്റെ പരിണിതഫലം ലഭിച്ചപ്പോൾ അതൊരു തരത്തിൽ അവരെ ഉന്മൂലനം ചെയ്യുന്ന അവസ്ഥ വരെ അവരെ ദൈവം ശിക്ഷിച്ചു. ബട്ട് ഹിയർ ദ വിക്കഡ് ആൻഡ് ബോസ്റ്റ്ഫുൾ ആർ നോട്ട് സ്ട്രിക്കൺ അലോങ് വിത്ത് ദം. അതേ കാര്യം ചെയ്യുന്ന ഇവർക്ക് അവരുടെ ശിക്ഷ കിട്ടുന്നില്ല. In short, there is a lack of after effects of sin found in others who are outside of God's community. ദൈവത്തിൻ്റെ സമൂഹത്തിൻ്റെ വെളിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ശിക്ഷയുടെ ഒരു അംശം പോലും അതേ കാര്യം ചെയ്യുന്ന ഇവർക്ക് കിട്ടുന്നില്ല. Because God did not immediately punish the wicked as he should, the wicked have become highly proud of their evil ways. അവർക്ക് ഉടനെ മറ്റുള്ളവരെ പോലെ ശിക്ഷ കിട്ടാത്തത് കൊണ്ട് ഈ ദുഷ്ടന്മാരും അഹങ്കാരികൾക്കും എന്ത് സംഭവിച്ചു? അവരുടെ ദുഷ്ടതയെ പറ്റി അവർക്ക് അഹങ്കാരം ഉണ്ടായി. They became extremely confident that they can get away with any amount of filth that they do. അവർക്ക് ഒരു അമിതമായിട്ടുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായി. അവർ ചെയ്യുന്ന എന്ത് കാര്യവും ചെയ്താലും ആരും അവരെ തൊടാൻ പോലും മുതിരില്ല. അവർക്കൊരു ശിക്ഷയും കിട്ടത്തില്ല. And their confidence is visible to others as a necklaces. ഒരു മാല എന്നുള്ളൊരു കാര്യമാണ് 6ാമത്തെ വാക്യത്തിൽ. Lofty pride is their necklace. That refers to chains of gold and golden rings that were signs of the magistrate and civil power. അന്നത്തെ കാലത്ത് ന്യായാധിപന്മാർക്കും ഭരണത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്കും തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള മാല പോലുള്ള സാധനമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഒരു ഭരണകർത്താവ് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു രാജാവ് അയാളുടെ വസ്ത്രം അണിയുന്നത് പോലെയാണ് ഇവരുടെ അഹങ്കാരത്തെ അണിഞ്ഞ് എല്ലാവരുടെ മുമ്പിൽ നടക്കുന്നത്. ചെയ്ത പാപത്തിന് ശിക്ഷ കിട്ടാത്തത് കൊണ്ട് അതൊരു അലങ്കാരമായിട്ട് നടക്കുന്ന ആൾക്കാർ. In their lofty pride, they became more violent, greedy and more likely to scoff and blaspheme. അവരുടെ അഹങ്കാരത്തിൽ അവർ പിന്നെയും ക്രൂരന്മാരായി സ്വാർത്ഥരായി ദൈവത്തെ നിന്ദിക്കുകയും ദൂഷണം പറയുകയും ചെയ്യുന്നവരായി മാറി. And then we see in verse 7, in verse 6, the second part, the garment of violence covers them. 6ാമത്തെ വാക്യത്തിന്റെ 2ാമത്തെ ഭാഗം ഒന്ന് വായിച്ചേ. ബലാത്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു. Yeah, the garment of violence could mean attire that they obtained by acts of violence towards others, or it could mean that they were characterized by violence. ബലാത്കാരം അവരുടെ വസ്ത്രത്തെ പോലെ ചുറ്റിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ ചെയ്യുന്നത് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് കാണാം.
They are showing that towards everyone. And verse 7 talks about the outpouring of sin from within. അവരുടെ ഉള്ളിൽ നിന്നും ഒഴുകുന്ന പാപത്തിൻ്റെ ഒരു ദൃശ്യമായിട്ടുള്ള ഒരു വിവരണം നമുക്കിവിടെ 7ാമത്തെ വാക്യത്തിൽ കാണാൻ സാധിക്കും. അവരുടെ ഉള്ളിലുള്ള പാപത്തിൻ്റെ ദൃശ്യമായ വിവരണം. The boastful and wicked ones are full of good food. അവർക്ക് കിട്ടുന്നത് ഏറ്റവും നല്ല ഭക്ഷണമാണ് അവിടെ. It's so abundant that their eyes bulge with abundance. അവരുടെ കണ്ണിന് എന്താ സംഭവിക്കുന്നത് അവിടെ 7ാമത്തെ വാക്യത്തിൽ? And there's a change. When does that happen? When you have so much of food. മുഖത്തിന് നല്ല ചീർപ്പ് സംഭവിക്കുന്ന എവിടെയാണ്? എപ്പോഴാണ്? ഒരുപാട് അമിതമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴാണ് മുഖം ഒന്ന് ചീർക്കുന്നത്. അതേ ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. There is a change of face shape as they have what more than what they can wish for. അവർക്ക് ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് ലഭിക്കും തോറും അത് അവരുടെ ശരീരത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. And there is an overflow of the delusion. What is a delusion here? നമുക്ക് 7ാമത്തെ വാക്യം 2ാം ഭാഗം കാണാം. ഓക്കെ, ഇംഗ്ലീഷിൽ ഡെല്യൂഷൻ എന്നുള്ള വാക്ക് അതിൻ്റെ അർത്ഥം ഇതാണ്: എ സ്ട്രോങ്ലി ഹെൽഡ് ഫാൾസ് ബിലീഫ് ദാറ്റ് ദേ വിൽ നെവർ എവർ ബി പണിഷ്ഡ് ഫോർ ദർ റോങ് ഡൂയിങ്സ് ആൻഡ് ദാറ്റ് ഗോഡ് ഇസ് ഓക്കെ വിത്ത് ദർ മിസ്ഡീഡ്സ്. അവരുടെ ഉള്ളിൽ തെറ്റായ ഒരു നിരൂപണം, ഒരു തെറ്റായ ധാരണ ഉണ്ട്. ദൈവം അവരുടെ തിന്മകളെ ഒരിക്കലും ശിക്ഷിക്കത്തില്ല എന്നുള്ളതും ദൈവം ആ കാര്യത്തിലെല്ലാം അവരോടൊപ്പമാണെന്നുള്ളതൊരു തെറ്റിദ്ധാരണ. ചരിത്രം പറയുന്നത് മറ്റൊരു ചിത്രമാണ്. ദൈവം ഒരിക്കലും പാപത്തെ വെച്ച് പൊറപ്പിക്കത്തില്ല എന്നുള്ളതാണ് സത്യം. ഇവർ ഇത് വെച്ചിരിക്കുന്നത് അവരുടെ തെറ്റിദ്ധാരണ. ചരിത്രം ഒരു കാര്യം പറയുമ്പോൾ അതിന് വിപരീതമായിട്ടുള്ളൊരു നിരൂപണം അവരുടെ തലയിൽ ഇങ്ങനെ വെച്ചിരിക്കുക. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് 4ാമത്തെ വാക്യം തൊട്ട് 7ാമത്തെ വാക്യത്തിൽ കണ്ടത് ദ പ്രോസ്പെറിറ്റി ഓഫ് ദ വിക്കഡ്, ദുഷ്ടന്മാരുടെ സമൃദ്ധി. Now from verse 8 to 12 we are going to see the pride of the wicked, ദുഷ്ടന്മാരുടെ അഹങ്കാരം. ഓൾറെഡി അതിൻ്റെ ഒരു സൂചന നേരത്തെ നമ്മൾ കണ്ടു. അത് കുറച്ചുകൂടെ ഒന്ന് വലുതാകുന്നത് എവിടെയാണ്? ഇവരുടെ അഹങ്കാരം. നമുക്കൊന്ന് വായിക്കാം 8 തൊട്ട് 12 വരെ. അവർ പരിഹസിച്ച് ദുഷ്ടതയോടെ ഭീഷണി പറയുന്നു, ഉന്നത ഭാവത്തോടെ സംസാരിക്കുന്നു. അവർ വായ് ആകാശത്തോളം ഉയർത്തുന്നു, അവരുടെ നാവ് ഭൂമിയിൽ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് അവൻ തന്റെ ജനത്തെ ഇതിലേക്ക് തിരിക്കുന്നു. അവർ ധാരാളം വെള്ളം വലിച്ച് കുടിക്കുന്നു. ദൈവം എങ്ങനെ അറിയുന്നു? അത്യുന്നതന് അറിവുണ്ടോ എന്നവർ പറയുന്നു. ഇങ്ങനെയാവും ദുഷ്ടന്മാർ. അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. Okay. They scoff at the idea of God's judgment. ദൈവം കുറ്റം വിധിക്കുന്നു, ശിക്ഷ വിധിക്കുന്നുള്ള കാര്യം കേൾക്കുമ്പോൾ അതിനെ അവർ കളിയാക്കുകയാണ്. They get a thrill to do more sins because they were never caught earlier. അവരെ നേരത്തെ പിടിക്കാത്തത് കൊണ്ട് അവർക്ക് കൂടുതൽ പാപങ്ങൾ ചെയ്യാൻ കൂടുതൽ ഊർജം അവർക്ക് കിട്ടുകയാണ്. They wickedly speak of oppression as something that has to be encouraged in others. തിന്മയെ അവർ വളരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. And they corrupt others by luring them into wicked ways. മറ്റുള്ളവരെ ഇവരുടെ തിന്മകളിലേക്ക് ആകർഷിച്ച് അവരെ മലിനമാക്കുകയാണ്. എന്ത് പറഞ്ഞ് മലിനമാക്കുന്നത്? They say there is only one life, do what makes you happy. ഒരു ജീവിതമേ നമുക്കുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോളൂ എന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. They speak from on high with a wrong self-confidence that they are in control over everything. ഉന്നതത്തിൽ നിന്ന് എന്നപോലെ സംസാരിക്കുന്നു. ഒരു തെറ്റായ ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. എന്താണ് ആത്മവിശ്വാസം? അവരാണ് എല്ലാത്തിൻ്റെയും നിയന്ത്രണം വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. They display a hard-heartedness against the long suffering that God shows in giving them time to repent of their sin. ദൈവം തന്നെ ദീർഘക്ഷമയെ അവർക്ക് കൊടുക്കുന്നു. എന്തിനാ? അവർ മാനസാന്തരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ദൈവം സമയം കൊടുക്കുകയാണ്. പക്ഷേ ആ ദീർഘക്ഷമയ്ക്കെതിരെ അവർ കഠിന ഹൃദയം കാഴ്ചവെക്കുന്നു എന്നുള്ളത് നമ്മളിവിടെ കാണുന്നുണ്ട്. Their low view of justice culminates in the audacity to challenge God, verse 9 and 11. 9-ാമത്തെയും 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ എന്താ കാണുന്നത്? ദൈവത്തിൻ്റെ നീതിയെ പറ്റിയുള്ള വളരെ തുച്ഛമായ ഒരു മനോഭാവമാണ് ദൈവത്തെ വെല്ലുവിളിക്കാനുള്ള അവരുടെ കാരണം. 9-ലും 11-ലും നമ്മൾ കാണുന്നത്, ഹൗ ഡസ് ഗോഡ് നോ? ദൈവത്തിന് ഇതെങ്ങനെ അറിയാം?
ദൈവത്തിന് എന്തെങ്കിലും അറിവുണ്ടോ എന്നുള്ള തലത്തിൽ ദൈവത്തെ വെല്ലുവിളിക്കുന്ന ഒരു അഹങ്കാരത്തിലേക്കാണ് അവർ എത്തിച്ചേരുന്നത്. എന്തുകൊണ്ടാണ് ഈ 9-ലും 11-ലും കാണുന്ന ഈ അഹങ്കാരത്തിന്റെ കാരണം 10-ാമത്തെ വാക്യത്തിലാണ്. 10-ാമത്തെ വാക്യം കൊണ്ട് വായിച്ചേ. അതുകൊണ്ട് അവൻ തന്റെ ജനത്തെ ഇതിലേക്ക് തിരിക്കുന്നു, അവർ ധാരാളം വെള്ളം വലിച്ചു കുടിക്കുന്നു. All of their earthly needs are met in the fullest measure. അവരുടെ ഭൗമികമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും പൂർണ്ണമായിട്ടും അവർക്ക് കിട്ടുന്നത് കൊണ്ടാണ് ഈ അഹങ്കാരം. They set their mouth against the heavens. സ്വർഗങ്ങളിലേക്ക് അവരുടെ വായ തിരിച്ച് സംസാരിക്കുന്നു. And they undermine an essential attribute that is intrinsically associated with God, God's omniscience. ദൈവത്തോട് മാത്രം ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു കാര്യത്തെ പറ്റി പറഞ്ഞ് അവർ ദൈവത്തെ വെല്ലുവിളിക്കുന്നു. ദൈവത്തിൻ്റെ സർവജ്ഞാനം എന്നുള്ള കാര്യത്തെ പിടിച്ച് ദൈവത്തെ കളിയാക്കുകയാണ്. ഇത് തീക്കളിയാണ്. In 1 Kings 8:39, people had a general awareness of God's omniscience in Israel. ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ ജനങ്ങൾക്ക് പൊതുവായ ഒരു ധാരണ ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ സർവജ്ഞാനത്തെ പറ്റി. അപ്പോൾ അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഇവർക്കും അറിയാം. They claim that God is blind and ignorant. ദൈവം അന്ധനാണെന്നും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുമുള്ള ഒരു ചിന്തയാണ് ഇവരുടെ അവകാശവാദം. Therefore, they can do as they please and God is unable to do anything against them. അപ്പോൾ ഇവർ പറയുന്നത് അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, അവർക്കെതിരെ ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു അഹംഭാവം. They know the title Most High, which implies that they theoretically know about God, but not to the extent that they see Him for what He is. അത്യുന്നതൻ എന്നുള്ള പദവി എന്താണെന്നുള്ളത് തലകൊണ്ട് ബുദ്ധി കൊണ്ട് അവർക്കറിയാം. പക്ഷേ അവനെ കാണേണ്ടതുപോലെ കാണുന്ന രീതിയിൽ അവർ കണ്ടിട്ടില്ല. We also see that their tendency to challenge God spreads to others. 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നതാണ്, they have set their mouth against the heavens and their tongue goes through the earth. അവരുടെ ഈ അഹംഭാവം അത് അവരുടെ ഉള്ളിൽ തന്നെ വെക്കുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഇവരത് മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുകയാണ്. Because they have an easy life and prosperity of wealth. കണ്ടോ, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, എൻ്റെ സമ്പത്തെല്ലാം കൂടിയിട്ടുള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ വഞ്ചിക്കുകയാണ്. So we saw the prosperity of the wicked and the pride of the wicked. And now we are going to see the pain of faithful obedience. 13-14 വാക്യത്തിൽ നമ്മൾ കാണുന്നത് വിശ്വസ്തയോടെ ദൈവത്തെ അനുസരിക്കുന്നവനുള്ള വേദന. This is the other extreme happening in that society. വായിച്ചേ. എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും കർത്തമത്രേ. ഞാൻ ഇടപെടാതെ ബാധ്യതനായിരുന്നു, ഉഷസ്സുതോടും ദണ്ഡിക്കപ്പെട്ടുമിരുന്നു. Seeing that the wicked enjoy good things which should come upon God's people, Asaph now thinks that being pure in heart and being innocent of evil makes no sense. തനിക്ക് ചുറ്റും കാണുന്ന എല്ലാ ദുഷ്ടന്മാർക്കും നല്ലവരുടെ മേൽ വരുന്ന അനുഗ്രഹങ്ങളെല്ലാം അവരുടെ മേൽ വരുമ്പോൾ ആസാഫിൻ്റെ ചിന്ത ശുദ്ധഹൃദയവും നിർമ്മലതയും പുലർത്തിയതുകൊണ്ട് ഒരു പ്രയോജനമില്ല എന്നുള്ളതും ഒരു നന്മയും അതിലില്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക് താൻ ഏകദേശം വരുന്നു. ദിസ് വാസ് എ കൺവിക്ഷൻ based on partial knowledge from what Asaph saw. Remember this, ആസാഫിന് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച മാത്രമേ ഉള്ളൂ. സത്യത്തിൽ അത് ആസാഫിൻ്റെ കണ്ണിനേക്കാൾ അപ്പുറമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ താൻ കണ്ട കാര്യത്തിനെ അനുസരിച്ച് ഭാഗികമായിട്ടുള്ളൊരു അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ ഈ ഒരു പ്രസ്താവന പറയുന്നത്. ഈ സങ്കീർത്തനം പൂർണ്ണമായിട്ട് വായിച്ചാൽ ദൈവം അത് കൂടുതൽ വെളിപ്പാട് എന്ന നിലയിൽ തനിക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ up until now, this is a statement based upon the partial knowledge that Asaph saw. Asaph says that the wicked are rewarded for their wickedness by a God who seems to be what the wicked says about him in verse 11. 11-ാമത്തെ വാക്യത്തിൽ ദുഷ്ടന്മാർ ദൈവത്തെപ്പറ്റി എന്താണോ അവകാശപ്പെടുന്നത് അതേപോലെ ആയിത്തീരുന്നുണ്ടോ ദൈവം എന്നുള്ളൊരു ചിന്തയാണ് ആസാഫിന്. കാരണം ആസാഫ് കാണുന്നത് എന്താ? ദുഷ്ടന്മാർക്ക് അവരുടെ ദുഷ്ടതയുടെ തിക്ത അനുഭവങ്ങൾ കിട്ടുന്നില്ല, ദൈവം അത് കൊടുക്കുന്നില്ല. ദൈവത്തിന് എന്തെങ്കിലും അറിയാമോ എന്ന് ദുഷ്ടന്മാർ ചോദിക്കുമ്പോൾ ആസാഫ് അറിയാതെ ചോദിച്ചു പോവുക, ദൈവം ഇത് വല്ലതും കാണുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ? ഇൻ കോൺട്രാസ്റ്റ് ടു വാട്ട് ദ വിക്കഡ് ഗെറ്റ് ഇൻ 4, 5, 10 and 12,
Asaph has been struck all day long and reproved every morning. 4, 5, 10, 12 വാക്യങ്ങളിൽ ദുഷ്ടന് കിട്ടുന്ന കാര്യവും ആസാഫിന് കിട്ടുന്ന കാര്യത്തിൻ്റെയും വ്യത്യാസം ഒന്ന് കാണണം. It is implied that Asaph is reproved by God. ദൈവമാണ് ആസാഫിനെ ബാലശിക്ഷയ്ക്ക് വിധേയമാക്കുന്നത്. Asaph says that God himself was inflicting Asaph with difficulties. ആസാഫ് പറയുന്നത് ദൈവമാണ് ആസാഫിനെ കഷ്ടതകളിൽ കൂടെ കടത്തിവിടുന്നത്. God is seemingly easy on bad people and hard on Asaph. That's his opinion right now. ഇപ്പോൾ ആസാഫിൻ്റെ മനസ്സിലുള്ള അഭിപ്രായം, ദുഷ്ടന്മാരോട് ദൈവം ലാഘവത്തോടെ പെരുമാറുന്നു, നേരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എനിക്ക് കാഠിന്യവും വരുന്നു. So we find my second lesson here. One asks, what good is there in being good? നല്ലതാകുന്നതിൽ എന്തെങ്കിലും നന്മയുണ്ടോ എന്ന് ഒരു പക്ഷെ നമ്മളെല്ലാവരും ചോദിച്ചൊന്ന് വരാം. If the wicked enjoy the same prosperity as those who are pure in heart, what is the reward for godliness? ശുദ്ധഹൃദയമുള്ളവർക്ക് കിട്ടേണ്ട അതേ സമൃദ്ധി ദുഷ്ടന്മാർക്കും കിട്ടിയാൽ ഭക്തിയുടെ പ്രയോജനം അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലം എന്താ? What passed through Asaph's mind may have gone through yours. ആസാഫിൻ്റെ മനസ്സിൽ വർഷങ്ങൾക്ക് മുമ്പ് കടന്നുപോയ ചിന്ത ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പല ആവർത്തി കടന്നുപോയെന്ന് വന്നേക്കാം. As you see so-called believers going unpunished and true believers going through suffering. വിശ്വാസികളെന്ന് പറയപ്പെടുന്ന എന്നാൽ പാപത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളൊരു കാര്യവും ഒരു വശത്ത്, നേരോടെ ജീവിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും കഷ്ടതയും. ഈ ഒരു കാര്യം നിങ്ങൾ കാണുമ്പോൾ ആസാഫിനുണ്ടായ ചിന്ത നിങ്ങളുടെ മനസ്സിലും ഉണ്ടായെന്ന് വരാം. അത് ന്യായമായിട്ടുള്ളൊരു കാര്യമാണ്. ന്യായമെന്ന് പറയുമ്പോൾ അത് നാച്ചുറലായിട്ട് നമുക്ക് തോന്നുന്നൊരു കാര്യമാണ്, അതിൽ ന്യായമില്ല. അത് ഞാൻ പിന്നാലെ പറയാം. Anyways, the psalm has a solution for this problem. ഈ പറഞ്ഞ പ്രശ്നത്തിനൊരു പരിഹാരം ഈ സങ്കീർത്തനത്തിലുണ്ട്, which will be discussed in the subsequent verses. ഇതിന് ശേഷമുള്ള വാക്യങ്ങളിലാണ് ഈ പറഞ്ഞ പ്രശ്നത്തിനുള്ള ഉത്തരം അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. But for now, the lesson is that God is patient with us as we make these complaints to him. ആസാഫ് പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ നമ്മളും ദൈവത്തോട് പറയുമ്പോൾ ദൈവം നമ്മളോട് ദീർഘക്ഷമ കാണിക്കുന്നുണ്ട്. ആസാഫ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ദൈവത്തിനെ പറ്റി പൂർണ്ണമായിട്ടും സത്യമല്ല, എന്നിട്ടും ആസാഫ് ജീവിച്ചിരുന്നില്ല. പലപ്പോഴും നമ്മളുടെ വിഷമത്തിൽ നമ്മൾ ദൈവത്തോട് പറയുന്ന പല കാര്യങ്ങളും സത്യമല്ല. നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ നമ്മൾ ദൈവത്തോട് പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും സത്യമല്ല, എന്നിട്ടും നമ്മൾ ജീവിച്ചിരിക്കുന്നില്ല, ഇല്ലേ? വൈ? എന്തുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുന്നു? Because God knows that we don't have the full picture of why this is happening. നമ്മുടെ മുമ്പിൽ നടക്കുന്ന കാര്യങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ചിത്രം പൂർണ്ണമായിട്ടും നമുക്കില്ല എന്നുള്ളത് ദൈവത്തിന് അറിയാം. നമ്മൾ ഒരു ചെറിയ കാര്യം കണ്ട് നമ്മൾ ദൈവത്തോട് പരാതി പറയുന്നു. ആദ്യം മുതൽ അവസാനം വരെ കാണുന്ന ദൈവത്തിനറിയാം, ദൈവത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നമുക്കില്ല. അതുകൊണ്ടാണ് നമ്മളോട് വളരെ മൃദുവായിട്ട് ദൈവം ഇടപെടുന്നത്. God is the only one who will not condemn us for all the outpouring of our grievances, and he is the safe space for all what goes through our minds. നമ്മൾ മനുഷ്യരോട് പരാതി പറയുമ്പോൾ മറ്റുള്ളവർ നമ്മളെ വിധിക്കും, നമ്മളെ തെറ്റിദ്ധരിക്കും. പക്ഷേ നമ്മളുടെ എല്ലാ പരാതിയും, ഇതുപോലുള്ള എല്ലാ പരാതികളും ദൈവത്തോട് നമ്മൾ പറയുമ്പോൾ നമ്മളെ ശിക്ഷാവിധിക്ക് വിധേയനാക്കത്തില്ല ദൈവം. നമ്മളുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന എല്ലാ കാര്യങ്ങളും പകർന്നു കൊടുക്കുവാൻ ഉള്ള സേഫ് സ്പേസ്, സുരക്ഷിതമായിട്ടുള്ള സ്ഥാനം ഈ ലോകത്ത് വേറെ എങ്ങുമില്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ മാത്രമേ ഉള്ളൂ. സങ്കീർത്തനങ്ങൾ മൊത്തത്തിലൊന്ന് നോക്കിയാൽ എന്താണ് നമ്മൾ കാണുന്നത്? These are all outpouring of the minds of the psalmists before God. സങ്കീർത്തനങ്ങൾ മുഴുവൻ നോക്കിയാൽ സങ്കീർത്തനക്കാരൻ്റെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളുടെയും ഒരു കൺഫെഷൻ, ഒരു ഏറ്റുപറച്ചിലാണ് ദൈവത്തിന് മുമ്പാകെ നടക്കുന്നത്. Let us not pour out our deepest thoughts before man who will misunderstand us. നമ്മളെ തെറ്റിദ്ധരിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ നമ്മളുടെ ആഴമായ വിഷമങ്ങളെയും ചിന്തകളെയും പകരാതിരിക്കുക.
Pouring out before God helps us to continue being stable in God. ദൈവത്തിന് മുമ്പിൽ നമ്മുടെ എല്ലാ ആകുലതകളും നമ്മൾ വെക്കുമ്പോൾ അത് ദൈവത്തിൽ നമ്മളെ സ്ഥിരമായിട്ടിരിക്കുവാൻ സഹായിക്കും. So the application from this point is, pour out all of your thoughts to God and don't go anywhere else. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും, ദൈവത്തെപ്പറ്റി നിങ്ങൾക്കുള്ള എല്ലാ തെറ്റിദ്ധാരണകളും ദൈവത്തോട് നേരിട്ട് പറയുക, വേറെ എങ്ങും ചെന്ന് പറയരുത്. Don't go elsewhere and tell that. Wait patiently as He will bring the clarity that you will need. ക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേണ്ട വ്യക്തത ദൈവം തന്നിരിക്കും. ആ വ്യക്തത ആസാഫിന് കിട്ടി. And that is what we will look at the subsequent verses. ഇതിന് ശേഷമുള്ള വാക്യങ്ങളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ആസാഫിന് കിട്ടിയ ആ വ്യക്തതയാണ്. ദൈവം എന്ന് വെച്ചാൽ അടുത്ത മാസങ്ങളിൽ ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും. ദൈവം നമ്മളെല്ലാവരും സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.